ആദാബ്. മക്കളെ, തിങ്കളാഴ്ച പരീക്ഷ അല്ലേ? നമുക്ക് എല്ലാ പാഠഭാഗവും ഒന്ന് ഓടിച്ച് വിട്ടാലോ? നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്ന ഡൗട്ടുള്ളവർ നോക്കട്ടോ. 5 പാഠഭാഗമാണ് ഈ പരീക്ഷക്കുള്ളത്. അബ്ബ ആയെ, ആപ് കൈസെ ഹൈൻ, മേരാ ഘർ, മ്യാവും മ്യാവും, നിന്ന മുന്ന കവ്വ. നമ്മളെ പഹല യൂണിറ്റ്, ആദ്യത്തെ യൂണിറ്റ് ഘർ ബസായും, അതിലെ 0 പേജിലുള്ള തസ്വീറിൽ ഇങ്ങനൊരു ചിത്രം നിങ്ങൾക്ക് പരീക്ഷ പേപ്പറിൽ ഇതുപോലുള്ളൊരു മോഡൽ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് എന്തൊക്കെ എടുത്ത് എഴുതാൻ പറ്റും? ഇതിൽ എന്തെല്ലാം ഉണ്ട് ചിത്രത്തിൽ? തസ്വീർ മേ ക്യാ ക്യാ ഹൈൻ, എന്തൊക്കെയുണ്ട് ചിത്രത്തിൽ? ഒന്ന് നോക്കി. ഉമ്മി, അബ്ബ, നാന, നാനി, അതല്ലെങ്കിൽ ദാദ, ദാദി, തോത്ത, കവ്വ, മുർഗ, ഒരുപാടുണ്ട് അല്ലേ? പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് എഴുതാൻ കിട്ടുമെന്ന് വിചാരിക്കുന്നു. ഘർ വീടുണ്ട്, അബ്ബ ഉമ്മി, മുർഗ കുത്ത, ബില്ലി പേട്, തോത്ത, തിത്തിലി, കവ്വ, ഇനിയുണ്ട്, ഒരുപാടുണ്ട്. പരീക്ഷയ്ക്ക് എഴുതാൻ പഠിക്കട്ടോ. നമ്മുടെ ആദ്യത്തെ പാഠഭാഗം അബ്ബ ആയെ. ഇതിൽ നമ്മൾ പറഞ്ഞതാണ് അബ്ബ അല്ലെങ്കിൽ ദാദ എന്ന് വന്നാൽ ആയെന്ന് വരും. ഉമ്മി അതല്ലെങ്കിൽ അമ്മി എന്ന് വന്നാൽ ആയി, ദാദി വന്നാലും ആയി. അപ്പം നമുക്ക് പാഠഭാഗം ഒന്ന് വായിച്ച് നോക്കാം. ആയെ മേരെ അബ്ബ ആയെ, മീട്ടെ മീട്ടെ ആം ലായെ, ആയെ പ്യാരെ അബ്ബ ആയെ, താസെ താസെ ആം ലായെ, ആയി മേരി ഉമ്മി ആയി, മേരി പ്യാരി ഉമ്മി ആയി, ആയി മേരി ദാദി ആയി, മേരി പ്യാരി ദാദി ആയി, ആയെ മേരെ ദാദാ ആയെ, പക്കെ പക്കെ ആം खाए, बहना आई भैया आए, सबने मिलकर आम खाए. ഇവിടെ നോക്കുക, ഇവിടെ ദാദി എന്ന് വന്നു, ദാദി എന്നായപ്പോൾ പ്യാരി എന്ന് വന്നു. അതുപോലെ മേരി, ആയി, ഫുള്ള് മുഅന്നസായിട്ട് വന്നു. ഇനി ദാദ എന്നായപ്പോയോ ഇവിടെ ദാദ എന്ന് വന്നു, മേരെ. ദാദ വന്നപ്പം മേരെ, ആയി. മറക്കരുത് കേട്ടോ. മുസക്കർ വരുമ്പം, അതായത് മുതിർന്നവരും കൂടെ ആയതുകൊണ്ട് ആയേ മേരെ, അതല്ലെങ്കിൽ മുസക്കറാണെങ്കിൽ ആയ, മേര, ഈ രീതിയിലാണ് വരിക കേട്ടോ. പിന്നെ ബഹന, ബഹന എന്നുള്ളത് വന്നപ്പോൾ സഹോദരി എന്ന് വന്നപ്പോൾ ആയി, ബയ്യ ആയേ. ആം ഉമ്മി അല്ലെങ്കിൽ അമ്മി, ആം ലായി, അബ്ബ ആം ലായെ. ദാദി എന്നാകുമ്പോൾ എന്ത് വരും? അതെ, ദാദി എന്നാകുമ്പോൾ ലായി, ദാദ എന്നാകുമ്പോൾ ലായേ. പിന്നെ ഇതുപോലെ ചിത്രം തന്നിട്ട്, തസ്വീർ തന്നിട്ട് താഴെ പൂരിപ്പിച്ച് എഴുതാണ്ടാകും ചിലപ്പോൾ. അങ്ങനെയാണെങ്കിൽ യഹ് ഉമ്മി ഹേ, യഹ് അബ്ബ ഹേ, യഹ് ദാദി ഹേ, യഹ് ദാദാ ഹേ. നോക്കട്ടോ. പിന്നെ നൂരിൻ്റെ വീട്ടിൽ ആരൊക്കെയുള്ള തന്നു? നൂരി കാ ഘർ, നൂരിൻ്റെ വീട്ടിൽ അബ്ബ, അമ്മി, ദാദാ, ദാദി, ഭായി, ബഹൻ. ബച്ചോ ആപ്കെ ഘർ മേ കോൻ കോൻ ഹായ്, നിങ്ങളുടെ വീട്ടിൽ ആരെല്ലാം ഉണ്ട്? എഴുതാൻ പഠിക്കുക. പിന്നെ നിങ്ങളെ വീട്ടിൽ ഇനി 2 ആൾ മാത്രം ഉള്ളെങ്കിലും പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഇതുപോലെ കുത്തിട്ട് എത്ര തന്നിട്ടുണ്ടോ അതിനനുസരിച്ച് എഴുതണം കേട്ടോ, ഇല്ലെങ്കിൽ മാർക്ക് കുറയും. അതുപോലെ ബച്ചോ അപ്പനെ ഘർ കെ ബാരെ മേ ജുംലെ ലിഖിയെ, ഇതുപോലെ തരൂല. നിങ്ങളുടെ വീടിനെ കുറിച്ച് ജുംല തയ്യാറാക്കാൻ പറഞ്ഞാൽ ഘർമേം അബ്ബാഹേ, അതല്ലെങ്കിൽ നമ്മൾ ഘറിനെ കുറിച്ച് ബയാനിയ വരുന്നുണ്ട്, വീട്ടിൽ ആരൊക്കെ ഉണ്ട് എന്ന് ചോദിച്ചാൽ ഇതുപോലെ തന്നെ എഴുതിയാൽ മതി. ഘർക്കേ ബാരമേ, വീടിനെ കുറിച്ചാണെങ്കിൽ നമുക്ക് അടുത്ത പാഠഭാഗം വരുന്നുണ്ട്, അതിൽ നോക്കട്ടോ. പിന്നെ ചിത്രങ്ങൾ തന്നിട്ട് പൂരിപ്പിച്ച് എഴുതാൻ. ചിത്രം ഇവിടെ തന്നു, യഹ് ഡാഷ് ഹേ, ഇതുപോലെ തരൂല.
അപ്പം പേര് പഠിച്ചു വെക്കട്ടോ. ആം, അനാർ. ഇതുപോലെ ഇതിലുള്ളത് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഓരോ വാക്കുകളും പഠിച്ചു വെക്കുക. പിന്നെ നമ്മുടെ രണ്ടാമത്തെ പാഠഭാഗം ഇവിടെ നോക്കുക. രണ്ടാമത്തെ പാഠഭാഗത്തിൻ്റെ മൊഡ്യൂളിൻ്റെ തസ്വീർ ചിത്രം നോക്കുക. എന്നിട്ട് നൂരി ആംഗൺ മേ ഹേ. നൂരി എവിടെയാണ്? നൂരി കഹാം ഹേ. ചോദ്യം വരികയാണ്. നൂരി ഇതുപോലെ നിങ്ങൾക്ക് കുറച്ച് പാരഗ്രാഫാക്കി തന്നിട്ട് നൂരി കഹാം ഹേ അല്ലെങ്കിൽ ചിത്രം തന്നിട്ട് നൂരി എവിടെയാണ് ചോദിക്കുകയാണ്. എന്തെഴുതും നിങ്ങൾ? ആങ്കണെന്ന് മാത്രം എഴുതിയാൽ പോരാ, പകുതി മാർക്കേ കിട്ടുള്ളൂ. സെൻറ്റൻസിലാക്കിയിട്ട് തന്നെ എഴുതണം. ചോദ്യപദം അവിടെ മാറ്റിയിട്ട് ആൻസർ ചേർത്ത് സെൻറ്റൻസ് ആക്കിയിട്ട് എഴുതണം കേട്ടോ. നൂരി ആങ്കൺ മേ ഹേ. നൂരി കിസ്കെ സാത്ത് കേൽത്തി ഹേ? നൂരി ബില്ലി കെ സാത്ത് കേൽത്തി ഹേ. പിന്നെ നൂരിക്ക് ഘർ മേ കോൻ ആയേ? ആരാ നൂരിൻ്റെ വീട്ടിൽ വന്നേ? നൂരി കെ ഘർ മേ ചാച്ച ആയേ. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് കോൺവെർസേഷൻ എഴുതാൻ പറഞ്ഞാൽ, ഗുഫ്തഗു എഴുതാൻ പറഞ്ഞാൽ, നിങ്ങളൊരാളെ കണ്ടാൽ ആപ്പ് കൈസേ ഹൈൻ, നിങ്ങൾക്ക് സുഖമാണോ എന്ത് പറയും? അപ്പോൾ അങ്ങനെ ചോദിച്ചാൽ മേ ടീക്ക് ഹോ, മേ ടീക്ക് ഹോ. തിരിച്ച് നമ്മൾ ചോദിക്കൂലേ, ആപ്പ് കൈസി ഹൈൻ, താങ്കൾക്ക് സുഖമാണോ? അപ്പം എനിക്കും സുഖമാണ്. മേ ബി ടീക്ക് ഹോ. മേ വന്നപ്പോൾ ലാസ്റ്റ് എന്ത് വന്നു? ഹൂ. പിന്നെ ചച്ച ക്യാലായി? ചച്ച എന്ത് കൊണ്ടുവന്നേ? ലീജിയെ ബേട്ടി എന്ന് ഇവിടെ പറയുന്നുണ്ട്. ഇതെടുക്കുമോളെ. ഈ ക്യാ ഹേ ചച്ച? നൂരി ചോദിക്കാണല്ലേ. മിഠായി ഹേ ബേട്ടി. അപ്പം ചാച്ച ക്യാലായേ? ചാച്ച മിഠായി ലായേ. എങ്ങനെ എഴുതും? ഇവിടെ ചോദ്യമുണ്ട്. നൂരി കഹാം ഹേ? ആൻസർ നൂരി. ഇവിടെ പൂരിപ്പിക്കാനേ ഉള്ളൂ. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഇതുപോലെ തരൂല. അപ്പം നിങ്ങളത് ഫുള്ളായിട്ട് ഇവിടെ നമ്മളെ കഹാം എന്നുള്ളതാണല്ലോ സവാലിയ ലഫ്സ്, ചോദ്യപദം. അത് മാറ്റിയിട്ട് ആങ്കൺ എന്ന് ചേർത്തിട്ട് സെൻറ്റൻസ് പൂർത്തിയാക്കും. നൂരി ആങ്കൺ മേ ഹേ. നൂരി കെ ഘർ മേ കോൻ ആയേ? നൂരി കെ ഘർ മേ ചാച്ച ആയേ. ചാച്ച നൂരി കെ ലിയേ ക്യാ ലായേ? ചാച്ച നൂരിക്ക് വേണ്ടി എന്ത് കൊണ്ടുവന്നു? ചാച്ച നൂരി കെ ലിയേ മിഠായി ലായേ. ഇനി ഇവിടെ നൂരിനെ കുറിച്ച് പറയാണ്. നിങ്ങളും ഇതേപോലെ നിങ്ങളെക്കുറിച്ച് പറയാനും എഴുതാനും പഠിക്കണം കേട്ടോ. മേരാ നാം നൂരി ഹേ. എൻ്റെ പേര് നൂരിയാണ്. നിങ്ങളിവിടെ എന്ത് എഴുതും? മേരാ നാം ഡാഷ് ഹേ. നിങ്ങളുടെ പേരെന്താണോ അത് എഴുതും. അതല്ലെങ്കിൽ മേ ഡാഷ് ഹോ, ഞാൻ ഇന്നയാളാണ്. ജോസഫ് മേരാ ദോസ്ത് ഹേ. നൂരിക്ക് दोस्त का नाम क्या है? जोसफ. जोसफ मेरा दोस्त है. मैं 5वीं जमात में पढ़ती हूँ. ഞാൻ 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഇവിടെ ഒരു ആൺകുട്ടിയാണെങ്കിൽ എങ്ങനെ പറയും? ഇവിടെ എന്ത് മാറ്റം വരും? പഠിത്താ ഹോ എന്ന് വരും. മേരെ ഘർ മേ ഉമ്മി അബ്ബ ദാദാ और दादी हैं. मैं गाँव में रहती हूँ. ഞാൻ ഗ്രാമത്തിൽ താമസിക്കുന്നു. मैं गाँव में रहता हूँ. ആൺകുട്ടിയാകുമ്പോൾ ലടുക്കാകുമ്പോൾ रहता. आपका नाम क्या है? मेरा नाम. നിങ്ങളുടെ ഇവിടെ പേര് പൂരിപ്പിച്ച് എഴുതും. आपका घर कहाँ है? നിങ്ങളുടെ വീട് എവിടെയാണ്? വരാത്തവർ ശ്രദ്ധിക്കട്ടോ. ക്ലാസ് എടുക്കുന്ന സമയത്ത് ആരെങ്കിലും വരാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഇത് അർത്ഥം കൂടെ പറഞ്ഞു പോകുന്നത്. മേരാ ഘർ, നിങ്ങളുടെ വീട് എവിടെയാണോ അവിടെ സ്ഥലം എഴുതാം. आप किस क्लास में पढ़ते हैं? നിങ്ങൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? मैं